കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ധനയോഗം സംഭവിക്കുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് ധനയോഗം സംഭവിക്കുന്നത് ഈ നാളുകാർക്ക്? ഉത്രാട നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഒരു ജനനം നടക്കാനുള്ള ഒരു സാഹചര്യം, അതുമൂലം സന്തോഷം കുടുംബത്തിൽ അലതല്ലുന്നതാണ്. ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം, വിജയം, പ്രതീക്ഷ ഉണ്ടാകുന്നതാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ധനനേട്ടത്തിന് പ്രത്യേക ഒരു സാഹചര്യവും സന്ദർഭവും വന്നു ചേരുന്നതാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു കാലമാണ്. ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെട്ട രീതിയിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ രംഗങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതയ്ക്കും മറ്റു പരിഹാരങ്ങൾക്കും ദോഷത്തിനും പരിഹാരം കാണുന്ന ഒരു കാലമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് കാലം വളരെ അനുകൂലമാണ്. സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ ഒരു ധന നഷ്ടം കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകുകയും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസയ്ക്കും കാരണമാകുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതും അതുമൂലം നിങ്ങൾക്ക് മാനസിക അസ്വസ്ഥതയും ഉണ്ടാകുന്നുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് നീരസമായ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ മാനസിക അസ്വസ്ഥത ഉളവാകുന്നുണ്ട്. ഉദ്യോഗത്തിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു കാലമാണ്. വ്യവഹാരത്തിൽ വിജയ പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ക്രയവിക്രയത്തില് കൂടുതൽ വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വാഹന ഉപയോഗം കുറയ്ക്കുന്നതും മുൻകോപം നിയന്ത്രിക്കുന്നതും നല്ലതാണ്. പിതാവിന്റെ രോഗകാര്യങ്ങളിൽ ഉത്കണ്ഠാകുലനാവുകയും അയൽബന്ധം തകരാറിലാവാൻ ഇടയുള്ള സാഹചര്യമാണ് കാണുന്നത്. മാനസികവും ശാരീരികവുമായ ബന്ധങ്ങളൊക്കെ തകരാറിലാകുന്നത്, മാനസികവും ശാരീരികവുമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ മാറുന്നതിനും സാധ്യത കാണുന്നുണ്ട്.